ഇന്നത്തെ എപ്പിസോഡില് ശരിക്കും പറഞ്ഞ ഫുൾ സ്ക്രീൻ ടു സ്ക്രീൻ നോക്കുകയാണെങ്കിൽ അനുമോളാണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അനുമോളിന്റെ പോസിറ്റീവും നെഗറ്റീവും നിറഞ്ഞിട്ടൊരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാൻ കാരണം നെഗറ്റീവ് ആദ്യം പറയാം. ഞാൻ എനിക്ക് എന്താ തോന്നിയത് അനുമോളിന്റെ നെഗറ്റീവ്. പുള്ളിക്കാരി നമ്മുടെ സ്വേച്ഛാധിപതി ടാസ്കില്, രണ്ടാമത്തെ ടാസ്കില് ടീമായി ഡിവൈഡ് ചെയ്തിട്ട് ഒരാളെ ഔട്ടാക്കുമ്പം അയാളുടെ പിക്ചർ കത്തിക്കണമല്ലോ. ഒനിലിനെ കത്തിച്ചു, ഒന്നും പറഞ്ഞില്ല, അവിടെ ഒന്നും ഉണ്ടായില്ല. പുള്ളിക്കാരി കത്തിക്കുന്ന പോയപ്പോ പുള്ളിക്കാരി പറഞ്ഞ ഡയലോഗ് കൊണ്ട് എനിക്ക് ഈ ഫോട്ടോ കത്തിക്കുന്ന ആദ്യമായിട്ടാണ് എന്റെ ഫോട്ടോ കത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അത് ആക്ച്വലി അതുകൊണ്ടല്ല പുള്ളിക്കാരി കരഞ്ഞെന്നാണ് എനിക്ക് പിന്നെ മനസ്സിലാകുന്നത്. ഞാൻ പറയാം അത് എന്തുകൊണ്ടാണ്. പക്ഷെ അവിടെ ആ പറഞ്ഞ കാര്യം, അനുമോൾ നേരത്തെ മൊട്ട അടിക്കാം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായിട്ട് ഭയങ്കര കോൺട്രഡിക്റ്ററി ആയിരുന്നു. അതുകൊണ്ട് എന്താ ഉണ്ടായെന്നറിയോ, അനുമോളിന്റെ അവിടെ വാല്യൂ ഇന്ന് കുറഞ്ഞു പോലെ അവിടെ കോൺട്രഡിക്ഷൻ വന്നു. അത് അക്ബർ പറയുന്നുണ്ട് ലാസ്റ്റ് അല്ലെ. BB+ലാണ് പറഞ്ഞത്. പക്ഷെ അക്ബർ പറഞ്ഞു, അത് ശൈത്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊട്ട അടിക്കുമ്പം നിനക്കില്ലാത്ത വിഷമമാണോ ഒരു ഫോട്ടോ കത്തിക്കുമ്പം ഉണ്ടാവുന്നത്? അല്ലല്ലോ. അപ്പൊ പിന്നെ ആ മൊട്ട അടിക്കാന്ന് പറഞ്ഞതിൽ വാല്യൂ എന്താണ്? അപ്പൊ പറഞ്ഞ കാര്യവും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലൊരു ബന്ധമില്ല എന്ന് എനിക്കും തോന്നി. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ പ്രൊമോ കണ്ടപ്പോ തന്നെ എനിക്കത് തോന്നിയായിരുന്നു. അതെന്തിനാണ് കരയുന്നത്? അതൊക്കെ സർവ്വസാധാരണമാണ് ഒരു ബിഗ് ബോസ് ഷോയില്. ഫോട്ടോയില് കത്തിക്കുന്നുള്ളൂ, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അത് ഓവർ റിയാക്ട് ചെയ്ത് അനുമോൾ കൊളാക്കുന്നത് എനിക്ക് പറയാം. ആക്ച്വലി പുള്ളിക്കാരിക്ക് അതല്ല വിഷമം ഉണ്ടായത്. പുള്ളിക്കാരിന്റെ വിഷമം വെച്ചാൽ പുള്ളിക്കാരി നന്നായിട്ട്, ഇനി ഞാൻ പോസിറ്റീവിലേക്ക് വരാം, പുള്ളിക്കാരി നന്നായിട്ട് ഡിബേറ്റ് പെർഫോം ചെയ്ത ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരി സെലക്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കൂടി അനുമോളെ ഔട്ടാക്കുകയാണ് ചെയ്തത്. അതിലാണ് അനുമോൾക്ക് സങ്കടം ഉണ്ടായത്. അത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി അത് പറയാൻ മടിയോണ്ട് ഈ എക്സ്ക്യൂസ് ആക്കി പറഞ്ഞു എന്നാണ് എനിക്ക് ഫീൽ ആയത് ശരിക്കും പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കരഞ്ഞ അനുമോള് തന്നെയായിരുന്നു ആ കിച്ചണിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തത്. ആ കിച്ചണിൽ ഉണ്ടായിരുന്ന ഇഷ്യൂ മുഴുവൻ ശരത്ത് ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 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 ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ ഇഷ്യൂസ് കൂടുതലാക്കാനാണ് ശരത്ത് ശ്രമിച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അനുമോൾ അവിടെ പറഞ്ഞ് സ്റ്റാൻഡ് എടുത്തില്ലേ, എനിക്കത് വളരെ ഇഷ്ടമായി. അനുമോളിന്റെ സ്റ്റാൻഡ് കറക്റ്റ് ആണ്. കിച്ചൺ ഓൾറെഡി ഡിവൈഡ് ചെയ്തെന്ന് പുള്ളിക്കാരി ഓൾറെഡി സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു, എനിക്ക് ഫ്രീഡം വേണം, അവിടെ ആരും വരരുത്. ഇത്രയധികം പേര് വന്ന് കിച്ചണിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നാമത് ഫുഡ് തികയുന്നില്ല. ഇത്ര അധികം ഉണ്ടാക്കും, ഇത്ര പേർക്ക് ഉണ്ടാക്കുന്നു. അപ്പൊ ഒരാൾ ഉണ്ടാക്കുമ്പം അയാൾക്കുള്ള കൊടുക്കുന്ന കുറച്ച് റെസ്പെക്റ്റ് ഉണ്ട്. ഒരാൾ ഫുഡ് ഉണ്ടാക്കുമ്പം അത് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെ ഗെയിമിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും ഒരു ഡീസൻസി ഉണ്ട് ചെയ്യുന്നതിന് അല്ലെ. എല്ലാരും കൂടി അനുവിനെ അറ്റാക്ക് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അനു അവിടെ പിടിച്ചു നിന്നു. അനു അവിടെ പതറാതെ സ്വന്തം കാര്യം പറഞ്ഞവിടെ നിന്നു. ആ അനുവിനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എനിക്കിഷ്ടം ആ അനുവിനെയാണ്, സത്യം പറയാലോ. മറ്റേ കരഞ്ഞോണ്ടിരിക്കുന്ന അനുവിനെ അല്ല. എനിക്ക് പോയ അനു അത് മനസ്സിലാക്കി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഫോട്ടോന്റെ കാര്യത്തിന് കരഞ്ഞത് വളരെ വേസ്റ്റ് ആയിപ്പോയി. പക്ഷെ ബാക്കി എല്ലാ കാര്യം, ഡിബേറ്റും കിച്ചന്റെ കാര്യങ്ങൾ പറയാം, എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞില്ലേ, അതൊക്കെ വളരെ നന്നായിരുന്നു. അപ്പം അനുവിന്റെ പോസിറ്റീവും നെഗറ്റീവും ഞാൻ പറഞ്ഞു. ഇതാണ് ഈ എപ്പിസോഡിൽ മെയിൻ ആയിട്ടൊന്ന് കവർ ചെയ്ത് പോയാട്ടോ. പിന്നെ ടാസ്കുകളാണ്. ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. ക്യാപ്റ്റൻ ടാസ്ക് ശരത്താണ് ജയിച്ചത്. ആ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ടയർഡാവുന്നൊരു ടാസ്ക് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഫാസ്റ്റ്നെസ്സും കുറച്ച് സ്ട്രെങ്ത് ഒക്കെ വേണം. ശൈത്യയും നമ്മുടെ ബിന്നിയും കുറച്ച് ടയേർഡ് ആയിരുന്നു ആ ടാസ്ക്. കുറച്ച് ലാസ്റ്റ് 2 റൗണ്ട് കഴിഞ്ഞിട്ടാണ് അവര് നിർത്തിയത്. അപ്പം ശരത്ത് അവിടെ ജയിച്ചു. ശരത്ത് ക്യാപ്റ്റൻ നല്ലതാണോന്ന് വെച്ചാൽ ബിഗ് ബോസ് പല പ്രാവശ്യമായിട്ട് ശരത്തിന് ഒരു പ്രാവശ്യം വിളിച്ചെന്ന് തോന്നുന്നു ലൈവില്, എന്താണ് ചെയ്യാത്ത അവർ ഒരു അച്ചടക്കമില്ലാത്തൊരു ക്യാപ്റ്റനായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ശരത്ത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. അനുമോൾ ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അനുമോളുടെ ആ ഒരു ഇഷ്യൂ വരുമ്പം അതൊരു മീഡിയേഷൻ വെച്ചിട്ട് തീർക്കാൻ പറ്റുന്നില്ല ശരത്തിന്. പിന്നെ ഇനി സ്വേച്ഛാധിപതി ടാസ്കിലേക്ക് വരുമ്പം അതില് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ കുറെ പേര് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഷിന് പറ്റിപ്പോയെന്ന് വെച്ചാൽ അനീഷ് ആദ്യം പോയി, ഇവര് കുറെ സമയം എടുത്തു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ. അപ്പൊ പുള്ളിക്കാരന്റെ 3 മിനിറ്റ് സമയം തന്നെ കുറവേ ഉണ്ടായെന്നുള്ളൂ സംസാരിക്കുക. അതാണ് പുള്ളിക്കാരൻ അവിടെ ബഹളം വെക്കാൻ കാരണം. എനിക്ക് തന്നില്ല, അതാണ് നൂറേയും അതിലേയും കൂടി പറഞ്ഞത്, എന്തിനാ ആദ്യം പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ പുള്ളിക്കാരന്റെ പ്രശ്നം അതാണ്, അത് കിട്ടിയില്ല. പിന്നെ അവർ സെലക്ട് ചെയ്ത 6 പേര് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലാതെ പറഞ്ഞവരാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. നെവീൻ ആണെങ്കിലും കുഴപ്പമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. ജിസിലാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാർ നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്തവണ. പിന്നെ അഭിലാഷിനെ ഞാൻ ഓർക്കുന്നില്ല വലിയ. അഭിലാഷിനും കുഴപ്പമില്ലാതെ പറഞ്ഞു. പിന്നെ അഭിലാഷിനെ പിന്നെ എല്ലാവരും ഇപ്പൊ പുഷ് ചെയ്ത് വിടുന്നുണ്ട് വീട്ടുകാർ, എന്തിനാണാവോ. പക്ഷെ ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്നുണ്ട് വീട്ടുകാർ.
പിന്നെ ആരാണ് നമ്മുടെ അനു അനു നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ശൈത്യം നന്നായിട്ട് പറഞ്ഞു, ഇവരൊക്കെ നന്നായിട്ട് പറഞ്ഞു. ഒനിയില് പറഞ്ഞത് എനിക്കും ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി ചോദിച്ച ക്വസ്റ്റ്യൻ, ആ സ്ത്രീ വിരുദ്ധത എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞൊന്നും എനിക്കും തോന്നിയില്ല. പിന്നെ എല്ലാവരും എടുക്കുമ്പം അവരുടെ ഫേവറേറ്റ്സ് കുറച്ച് വരുമല്ലോ, അങ്ങനെ ഒരാൾ വന്ന് അതിന്റെ അപ്പുറത്ത് വന്ന ഒരാളാണ് അനുവും ശൈത്യവിനെ വരും. ശൈത്യനെ അവർ പൊക്കിക്കൊണ്ടിരുന്നുണ്ട്. കാരണം ആ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ശൈത്യനെ അങ്ങനെ തഴയുന്നില്ല അവര്. പിന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ടാസ്ക് കളിക്കുന്ന ഒരാളാണ് ശൈത്യ, നോ ഡൗട്ട്. അപ്പൊ വീട്ടുകാർക്ക് ആ ഫീൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഇവരെ സെലക്ട് ചെയ്തതെന്നാണ് സത്യം. അപ്പൊ ഇതിൽ സെലക്ട് ചെയ്തപ്പോ ഓക്കെ, എല്ലാരും സെലക്ട് ആയി. ഫസ്റ്റ് ടാസ്കിലായിരുന്നു ആ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് കഴിഞ്ഞിട്ടാണ് ഈ സെലക്ഷൻ ഉണ്ടായത്. പിന്നെയാണ് ആ രണ്ടാമത്തെ റൗണ്ടിലാണ് ആ കത്തിച്ചത്. അപ്പൊ അതിൽ അനുവും ഒനിയിലുമാണ് പുറത്തായത്. അത് ഓക്കെ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഉണ്ടായിരുന്ന വടംവലി ടാസ്ക്, അതിൽ സ്വാഭാവികമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ജെസ്സിലും നെവീനാണ്. അവർ ജയിക്കുകയും ചെയ്തു ഈസി ആയിട്ട്. അത് കഴിഞ്ഞ് നെവീന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അനീഷിന്റെ ഭാഗത്തേക്ക് വരാം. അനീഷ് രാവിലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ചിന്റെ പ്രശ്നവും കേർഡിന്റെ പ്രശ്നം പറഞ്ഞു. സാൻഡ്വിച്ചിന്റെ പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞായിരുന്നു വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, അത് എപ്പിസോഡിൽ വന്നിട്ടില്ല. അവര് വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങുന്ന മുമ്പ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് അനീഷിന് മാത്രം സാൻഡ്വിച്ച് കിട്ടിയില്ല. അന്നേരം അനീഷ് ചോദിച്ചപ്പം നമ്മുടെ ക്യാപ്റ്റനായ ആര്യൻ അനീഷിനെ മോക്ക് ചെയ്തിട്ട് കളിയാക്കുകയാണ് ചെയ്തത്. അത് സോൾവ് ചെയ്യുന്നില്ല. ഈ ക്യാപ്റ്റൻസിനൊന്നും പ്രോബ്ലം സോൾവ് ചെയ്യാൻ ക്യാപ്റ്റൻസിന് ഇഷ്ടമല്ല. വെറുതെ മോക്ക് ചെയ്യുക, അവർ ഗെയിം മാത്രം കളിക്കുന്നത്. അവർ ക്യാപ്റ്റൻ ആകുമ്പോൾ ഗെയിം അല്ല അവിടെ. ഒരു കുറച്ചും കൂടി ഒരു നമ്മളെ ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കി ഒന്ന് സമാധാനപൂർവ്വം കൊണ്ടുപോകാൻ നോക്കാന്നുള്ള ഒരു കാര്യം മറന്നു പോകുന്നുണ്ട് എല്ലാ ക്യാപ്റ്റൻസും. ഇപ്പോഴത്തെ ശരത്തായാലും ശരി, ആര്യനായാലും ശരി. ആര്യൻ ഇവിടെ കൂടുതൽ എന്താണ് അനീഷിനെ വെറുതെ ഇതാക്കുകയാണ് ചെയ്തത്. ഒരു ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു. അനീഷ് ഭയങ്കര വിഷമമായിരുന്നു ആക്ച്വലി. അത് എടുത്തത് ആക്ച്വലി ആദ്യ നൂറയല്ല, നൂറയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എക്സ്ട്രാ ഉണ്ടായിരുന്നത്. എക്സ്ട്രാ ആണെന്ന് വിചാരിച്ച് പുള്ളിക്കാരി എടുത്തതാണ്. പക്ഷെ അത് അനീഷിനെ അറിയത്തില്ല. ആര്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇഷ്യൂ ആണ് അവിടെ അനീഷ് പറയുന്നത്. എനിക്ക് സാൻഡ്വിച്ച് കിട്ടിയില്ല, സാൻഡ്വിച്ച് അതാണ് അന്നേരം തൊട്ടേ ഉള്ള ബിൽഡപ്പിലാണ് അനീഷ് ഈ നമ്മുടെ കേർഡ് ഇഷ്യൂ കൊണ്ടുവരുന്നത്. ആക്ച്വലി അതാണ് ഇപ്പൊ കേർഡും അവർ അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ളതാണ് ഫാക്ട് അവിടെ പറയാൻ ശ്രമിക്കുന്നത് അനീഷ്. അതാണ് ആൾക്കാർക്ക് മനസ്സിലായി കാണില്ല എന്തിനാണ് അനീഷ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. അതാണ് സംഭവം. ഓക്കെ. പിന്നെ അതുകൂടാതെ അനീഷ് സംസാരിക്കാൻ അറിയാലോ, അനീഷ് സംസാരിക്കാൻ നല്ലോണം എടുക്കാനാണ്. പക്ഷെ സമയം കുറവായിരുന്നു. പിന്നെ നോമിനേഷൻ ടാസ്ക് ആണ് വന്നത്. നോമിനേഷനിൽ ഈ പറഞ്ഞ പോലെ ഇവർക്ക് രണ്ടുപേർക്കും, അപ്പൊ അത് ആരാണ്, നെവീനും നമ്മുടെ ജിസിലിനും നേരിട്ട് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അവര് ആര്യൻ ഓൾറെഡി നോമിനേറ്റഡ് ആണ്. പിന്നെ അഭിലാഷ് ആദിലിനുമാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഇനി ആദിലും നൂറും സെപ്പറേറ്റ് കളിക്കുന്നു ബിഗ് ബോസ് പറഞ്ഞു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും കൂടി, പിന്നെ ബാക്കി 7 പേർക്ക് നോമിനേഷൻ ചെയ്യാമായിരുന്നു, ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതാണ് ആ 7 പേരെ സെലക്ട് ചെയ്തതും ഇവർ രണ്ടുപേരും കൂടിയാണ്, അതായത് ജിസിലും നെവീനും കൂടിയിട്ടാണ്. അത് എനിക്ക് നല്ല ഒരു എന്താ പറയാ ടീമാണല്ലോ. ആരായിരിക്കും വരാം? അനീഷ് മാത്രമാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വന്നു. പിന്നെ അക്ബർ വന്നു. ഷാനവാസിനെ ജിസിൽ സെലക്ട് ചെയ്തതാണ്. ബിന്നി എന്താ എങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ബിന്നിയുടെ കണ്ടന്റ് ഒന്നും ഞാൻ കാണാറില്ല കേട്ടോ വലിയ കാര്യമായിട്ട്. പക്ഷെ ബിന്നി എല്ലായിടത്തും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ, ഒരു ന്യൂട്രൽ ട്രാക്കിൽ പോകുന്നുണ്ട്. പിന്നെ ആര്യൻ, ഓഫ് കോഴ്സ് ആര്യനെ വിളിക്കുമല്ലോ. പിന്നെ രണ ഒനീലിനെ വിളിച്ചത്. ഒനീലും നമ്മുടെ ജിസലിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഒനീലും വന്നത്. അപ്പൊ ഈ ഫ്രണ്ട് ഗ്രൂപ്പ് മുഴുവൻ വന്നിട്ടാണ് ഇവരാണ് നോമിനേഷൻ ചെയ്തത്. അത് നോമിനേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആരൊക്കെ വന്നു? പിന്നെ നൂറ, രേണു, ഒനീലും ബിന്നിയും വന്നായിരുന്നു. അപ്പൊ ശരിക്കും പിന്നെ 7 പേര് നോമിനേറ്റഡ് ആയി. ഈ നോമിനേഷൻ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആര്യൻ വന്നിട്ടുണ്ട് എന്തായാലും ഫോർ ഷുവർ. അഭിലാഷും ഒനീലും വരുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ രക്ഷപ്പെട്ടു പോയത് അക്ബറും ഷാനവാസുമാണ്. അത് എങ്ങനെയോ അവർ ആ ഗ്രൂപ്പിലായതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. എന്റെ ഈ ഒരു ടാസ്ക് ഇല്ലായിരുന്നെങ്കിൽ അവർ വന്നാൻ ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ നൂറെ മാത്രമേ സെപ്പറേറ്റ് ആയതുകൊണ്ട് വേറെ വോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനി അവർക്ക്. ഇനി ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് പറഞ്ഞ ഈ 7 പേരും ഇവരുടെ അടിമകളാണെന്നാണ്. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഈ ടാസ്കിൽ എല്ലാരും അടിമകളല്ല, ഇവരാണ് അടിമകള്. ബാക്കി നമ്മുടെ ക്യാപ്റ്റന് ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻ പവർ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ശരത്ത് എന്തുകൊണ്ട് ആ ക്യാപ്റ്റൻ പവർ യൂസ് ചെയ്യുന്നില്ല. ക്യാപ്റ്റൻ പവർ യൂസ് ചെയ്യാൻ ആ പുതിയ ശരത്തിന് എന്താ പോവാത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ശരത്തിന് ശരിക്കും അനുവിന്റെ സൈഡിൽ നിന്നിട്ട് ആ
പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ടാസ്കിന് വഴിക്ക് പോകും. ശരത്ത് അതിന്റെ അടിമയല്ല, ശരത്തിന്റെ ഈ ടാസ്കിന്റെ ഒരു ഭാഗമല്ല. ശരത്ത് ശരിക്കും ഹൗസ് ക്യാപ്റ്റൻ ആണ്. അപ്പം ഇവരുടെ അഗെയിൻസ്റ്റ് ശരത്തിന് ശരിക്കും കളിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞത്. അത് ശരത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ കളിച്ചാന് ശരിക്കും ഇപ്പം ശരത്തിന് ഷൈൻ ചെയ്യാൻ പറ്റും. ഈ ഡിക്റ്റേറ്റേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പൊ വീടിന് വേറെ കുറെ പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നിന്ന് ഡിക്റ്റേറ്റേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ശരത്തിന്. ശരത്ത് അത് കളിച്ചാൽ ശരത്തിന് കുറെ മുന്നേറാൻ പറ്റും. അത് ചെയ്യൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശരത്ത് ഇന്ന് കാണിച്ചത് മുഴുവൻ ഫ്ലോപ്പാണ്. അപ്പൊ അതൊരു ഇതാണ് കേട്ടോ. പിന്നെ രേണു ഇന്ന് ഒന്ന് അനങ്ങി തുടങ്ങിയിട്ടുണ്ടോ? പുള്ളിക്കാരൊരു തഗ് ഡയലോഗ് അടിച്ചിട്ടുണ്ട് നെവിൻ അഗെയിൻസ്റ്റ്. അത് നന്നായിരുന്നു. സംസാരിച്ചാൽ പുള്ളിക്കാരിക്ക് അറിയാം സംസാരിക്കാൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. അവിടെ മാത്രമേ കണ്ടുള്ളൂ. എന്നാലും അത് പുള്ളിക്കാരി കിച്ചൺ ക്യാപ്റ്റൻ ആയതുകൊണ്ട് വന്ന ഒരു വിഷയമാണ് അത്. നെവീനോട് പറഞ്ഞൊരു വിഷയം, അതായത് ഞാൻ അടിമയല്ല, അടിമയോട് പോയി പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ടെന്ന് പറഞ്ഞത് വലിയ നല്ല കാര്യം. അത് നെവീൻ പ്രതീക്ഷിച്ചില്ല രേണുണ്ടേന്ന്. അത് രേണു ഇപ്പൊ നോമിനേഷൻ വന്നുകൊണ്ടാണോ ഇങ്ങനെ സംസാരിച്ചത് അറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും അത് അടിപൊളിയായിരുന്നു. ഇനി കിച്ചൺ ഇഷ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അത് എനിക്കൊന്നും മനസ്സിലായില്ല. എന്തിനാണ് അവർ കിച്ചൺ ഇഷ്യൂ ഉണ്ടാക്കുന്നത്? അത് ഒരു കണ്ടന്റ് ഉണ്ടാക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. കിച്ചണിൽ വന്നിട്ടാണ് അവരുടെ കണ്ടന്റ് മുഴുവൻ വരുന്നത് കേട്ടോ. എനിക്ക് അത് തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നു. എന്തിനാണ് കിച്ചണിൽ വന്നത്? ഒന്നാമത് ഫുഡിന് ഇഷ്യൂ, ഫുഡ് ആവശ്യത്തിന് ഇല്ല അവർക്ക്. അത് പറയുമ്പോൾ അവർക്ക് ഒരാൾക്ക് ഒരു ഫുഡ്, മറ്റാൾക്ക് വേറെ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഫുഡ് തികയോന്ന് എനിക്ക് ഡൗട്ടാണ് ഇനി. അപ്പം അനു ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട്. അനു വളരെ കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്തു ആ സിറ്റുവേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനു അവിടെ പോസിറ്റീവായിരുന്നു. അനു അവിടെ വിനയം പോയിരുന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്ന അനു കരച്ചിലല്ലാതെ അനുവിന് വേറെ ഒന്നുമില്ല. അതല്ല മറുപടി. അനു ഇന്ന് അവിടെ ഹാൻഡിൽ ചെയ്തില്ല കിച്ചൺ ഇഷ്യൂ, അതുപോലെയാണ് അവർ ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് ഹാൻഡിൽ ചെയ്ത് പോയാൽ മതി. അനു വേറെ ലെവലെത്തും. ശരിക്കും പറയാം, അനുവിന് നല്ല കേപ്പബിലിറ്റി ഉണ്ട് സംസാരിക്കാൻ. ഇന്ന് ആ ഡിബേറ്റ് ഒക്കെ കണ്ടപ്പോൾ നല്ലോണം സംസാരിക്കാം. ആ കുട്ടി നല്ല പോയിന്റ്സ് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞായിരുന്നു. എന്നിട്ട് ആ കുട്ടി ഔട്ടായപ്പോഴാണ് അനുവിന് സങ്കടമായത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പറഞ്ഞ റീസൺ വേറെയായിരുന്നു മാത്രം, അത്രേ ഉള്ളൂ. ഇപ്പൊ ശൈത്യക്ക് പിന്നെയും ശൈത്യയുടെ അഗെയിൻസ്റ്റ് ആയിരിക്കുമല്ലോ. അനുവിനൊന്ന് സപ്പോർട്ട് ചെയ്ത ശൈത്യക്ക് ആ ഫീൽ ആവും. അപ്പൊ അതിന്റെ വിഷമം ശൈത്യക്ക് അവിടെ ഉണ്ട്, അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ ഉണ്ടായത് ആദില ഒരു ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ആദില ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അല്ലെ. നൂറ വെച്ചുകൊണ്ട് സോഫ്റ്റ് സൈഡും ആദില കുറച്ചും കൂടി റഫ് സൈഡും ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കുറച്ച് രണ്ടുപേരും ഈക്വലി നല്ല ചേർച്ചയാണ്. അപ്പൊ ആദിലൊന്ന് ചൂടായി. കാരണം അവിടെ ജിസ്സിൽ വന്നിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പം അവിടെ ഫുഡ് തട്ടിപ്പറിക്കുന്നു, അത് ചെയ്യുന്നു, കഴിക്കുക, അത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആദില അവിടെ ചൂടായി. കാരണം ഇറ്റ്സ് ലൈക്ക് വെരി ഇറിറ്റേറ്റിംഗ് ആണ്. എനിക്ക് കാണുമ്പോൾ തന്നെ ഇറിറ്റേറ്റിംഗ്. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും തോന്നിക്കണം. അപ്പൊ അതിലെന്തോ ഒരു ബാഡ് വേർഡ് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടോ, പക്ഷെ എന്താന്ന് അറിഞ്ഞൂടാ, എനിക്കറിയില്ല. ഇംഗ്ലീഷിൽ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ പുള്ളിക്കാരിക്ക് മനസ്സിലായി, പുള്ളിക്കാരെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് എന്തായാലും തെറ്റാണ്. പക്ഷെ അറിയില്ല, അവരമ്മ സോൾവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിലേയും ജസ്റ്റിലും കെട്ടിപ്പിടിക്കുന്നൊക്കെ കണ്ടു ജസ്റ്റ് ബർത്ത്ഡേ വിഷയത്തിന് മുമ്പ്. പക്ഷെ അത് പറയാൻ പാടില്ല. ഓക്കെ. പിന്നെ അക്ബറിന്റെ മാതിലിന്റെ വിഷയം ഞാൻ അത് കണ്ടിട്ടില്ല ലൈവില്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. എനിക്ക് തോന്നുന്നു അവർ സോൾവ് ചെയ്തിട്ടുണ്ട് എന്താണ് അതിനെ കുറിച്ചുള്ള ഇഷ്യൂസ് ഒക്കെ സോൾവ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എപ്പിസോഡ് പോകുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ചാല്, നല്ല ശരിക്കും പറഞ്ഞ അനുമോളാണ് ഈ എപ്പിസോഡ് മൊത്തം നിന്നത്. അനുമോളിന്റെ ഡേ ആയിരുന്നു ഇന്ന്. പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ ജെനുവിനായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ജെനുവിൻ ആണ് ആള്, ജെനുവിനിറ്റി ഇല്ലായ്മയൊന്നുമില്ല, ഫേക്ക് അല്ല. പുള്ളിക്കാരി ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ 3-ാമത്തെ ആഴ്ച 4-ാമത്തെ ആഴ്ചയായിട്ടും പുള്ളിക്കാരി ഇങ്ങനെയാണ്. അപ്പൊ ഷീ ഈസ് ലൈക്ക് ദിസ് ആണ് എനിക്ക് മനസ്സിലായത്. ഇനി എല്ലാവരും കൂടി അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കുവാണെങ്കിൽ അനുമോള് മുകളിലോട്ട് പോവും. ഒബ്വിയസ്ലി സിമ്പതി വോട്ട്സും നമുക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരും അങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച്. അപ്പം അനുമോള് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നെന്ന് കളിക്കട്ടെ. രേണു സംസാരിച്ചു തുടങ്ങി, സംസാരിക്കട്ടെ, ഇനിയും സംസാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വോട്ട് വരും, രക്ഷപ്പെടും. അപ്പൊ നമുക്ക് കൂടുതൽ കാണാം, കണ്ടന്റ് കാണാം. പിന്നെ എല്ലാവരും നോമിനേഷൻ വന്ന എല്ലാവരും എനിക്കറിഞ്ഞൂടാ, കുറെ പേരൊക്കെ നല്ല കണ്ടസ്റ്റൻസും ഉണ്ട്. കളിക്കുന്നവർ നിൽക്കട്ടെ, കളിക്കാത്തവർ പോട്ടെ എന്നാണ് എന്റെ രീതി കേട്ടോ. അപ്പൊ ഈ ആഴ്ചയിൽ കളിക്കുന്നവരുണ്ടെങ്കിൽ നിൽക്കണം, കളിക്കാൻ പറ്റാത്തവർ പോണം. എന്നാലേ നമ്മുടെ ബിഗ് ബോസ് നന്നാവും അല്ലേ. നമുക്ക് ഇനിയും നല്ല എപ്പിസോഡ്സ് വേണം.
അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ.